ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഈ തിണ്ടമീൻ കറി വെക്കാം. മീൻ മുറിച്ചിട്ട് ഞാൻ ഇങ്ങനെ പെരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താ പറയുക, കമൻറ്റ് ചെയ്യട്ടോ. ഫസ്റ്റ് ഞാൻ മീൻ കറി വെക്കാൻ ഒരു കഷ്ണം ഉള്ളിയും ഒരു തക്കാളിയും പിന്നെ നാടൻ മുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. പിന്നെ ഞാൻ അടുപ്പത്താട്ടോ വെക്കുന്നത്. ഞാൻ ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ഉലുവ ഇട്ടു. പിന്നെ അത് പൊട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ അതിലേക്ക് ചേർത്തിട്ടോ. അതിലേക്ക് ചേർത്ത് ഞാൻ മിക്സാക്കി കൊടുക്കാം കേട്ടോ. മിക്സാക്കിയിട്ട് നമുക്കതിലേക്ക് നമ്മൾ ഉള്ളിയില്ലേ, ആ ഉള്ളി മുറിച്ചിട്ട് അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കാം കേട്ടോ. അത് ഇളക്കിയതിന് ശേഷം നമ്മൾ മുറിച്ചിട്ട തക്കാളിയില്ലേ അതും ചേർത്ത് മിക്സാക്കാം. മിക്സാക്കിയിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ലേശം ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മിക്സാക്കാം കേട്ടോ. എന്നിട്ട് ഉപ്പ് ചേർത്ത് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ലേശം നേരം അത് ഒന്ന് മൂടി വെക്കണം. മൂടി വെച്ചതിന് ശേഷമാണ് നിങ്ങളിത് കാണുന്നത്. തക്കാളി ഉള്ളി നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നിങ്ങളിത് കാണുന്നത്. അതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ മുളകും പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത്തിരി മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ അത് മിക്സാക്കി അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് അതൊന്നു കൂടി ഒന്ന് പതിച്ച് വരുമ്പോൾ നമ്മളെ ഇത് തേങ്ങയില്ലേ, നല്ല നാടൻ കരിവേപ്പില കേട്ടോ. നല്ല നാടൻ കരിവേപ്പില ഞാൻ അതിലേക്ക് ഇട്ട് പിന്നെ അതിന് ശേഷം തേങ്ങ അരച്ച് വെച്ചതുണ്ട്, അത് നമുക്ക് അതിലേക്ക് ചേർക്കാം. മിക്സാക്കിയിട്ട് നമുക്ക് തേങ്ങ അതിലേക്ക് ചേർക്കാം കേട്ടോ. പതിച്ച് വരുമ്പോൾ തേങ്ങ ഇതിലേക്ക് ചേർത്ത് പിന്നെ അതിന് ശേഷം വെള്ളവും കൂട്ടി ചേർത്ത് നമ്മൾ തേങ്ങ അതിലേക്ക് ചേർത്ത് ഇനി മിക്സാക്കാം കേട്ടോ നമുക്കിത്. എന്നിട്ട് അതൊന്ന് പതച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇടാം. കറണ്ട് പോയിട്ടോ ഫ്രണ്ട്സ്, ഇരുട്ടോ. അപ്പം അതിനോട് ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി പിന്നെ അതിലേക്ക് നമ്മൾ മീൻ പെരക്കി വെച്ചത് അതിലേക്ക് ചേർക്കണം. അപ്പോൾ മീൻ ചേർത്തത് കുറച്ച് മീനയിലിട്ട് എന്നിട്ട് ഇതാട്ടോ മീനയിൽ ഇടുന്നത് വീഡിയോ കേട്ടോ ഇവിടെ കാണുന്നത്. മീനയിലിട്ടതിന് വേവണം, അത് വേവട്ടെ, അതുവരെ നമുക്കിത് ക്ലോസ് ചെയ്യാം കേട്ടോ. ക്ലോസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നമ്മൾ മീൻ ഇവിടെ വെന്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇത് കേട്ടോ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ മീൻ ഇതിവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കറിയിലേക്ക് അടുത്ത് ചേർക്കാൻ പോകുന്നത് ചെറിയ ഉള്ളിയും പിന്നെ കായ്മുളകും അത് എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ചേർക്കണം. എന്നാൽ നല്ല ടേസ്റ്റ് കിട്ടും. അത് ചോറിൻ്റെ ഒപ്പരം കൂട്ടാൻ പറ്റിയ നല്ല അസൽ കറി ആവും. ഇതിപ്പോൾ ചോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ നമ്മളെ കറിയിലേക്ക് ചേർക്കാം. അതിന് മിക്സാക്കിയിട്ട് നമ്മൾ കറിയിലേക്ക് നമ്മൾ ചേർത്തു. പിന്നെ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെയുണ്ട് ഫ്രണ്ട്സ് എൻ്റെ ഈ കറി. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായാൽ സപ്പോർട്ടും ചെയ്യണം. ഓക്കെ, ബൈ.